അല്ലല്ല നിനക്ക് തയ്ക്കേണ്ട റൈറ്റ്സ് ഇല്ലല്ലേ, തയ്ക്കേണ്ട റൈറ്റ്സ് ഇല്ലല്ലേ, നിനക്ക് കംപ്ലൈന്റ് കൊടുക്കാം. ആണ് പെണ്ണല്ല വീഡിയോ എടുക്കുമ്പോ കേക്കാല, വീഡിയോ എടുക്കുമ്പോ കേക്കാല, കേക്കില്ല വീഡിയോ എടുക്കുമ്പോ, വീഡിയോ എടുക്കുമ്പോ കേക്കില്ല, വീഡിയോ എടുക്കുമ്പോ കേക്കാല, വീഡിയോ എടുക്കുമ്പോ എന്ത് കേക്കാല. ആ പേടിയില്ല എന്താ എന്റെ വീഡിയോ എന്താ കാണിക്കുന്നത്, എന്താ കാണിക്കാതെ എന്റെ വീട് കാണിക്കുന്നത്, എന്താ കാണിക്കുന്നത് വീഡിയോ എടുക്കാൻ ഇത് നഴ്സിന് സിയാൻ എന്ന് പറഞ്ഞ ഈ ഡ്രൈവർ എൻ്റെ ബാച്ചിലുള്ള ഒരു പെൺകുട്ടീൻ്റെ കൈയൊക്കെ ബോഡി ടച്ചിങ് ആക്കിയിട്ട് പിന്നെ ഒരു ലവ് ലെറ്ററെല്ലാം കൊടുത്തിട്ട് ഓനെ ലവ് ആക്കാൻ പറയുന്നത് അങ്ങനെയെല്ലാം ആക്കി മുമ്പ്. അപ്പോൾ കുഞ്ഞിൽ സ്കൂളിലെ വിദ്യാർത്ഥി അസൻ ഹഫീസ് മുട്ട കുഞ്ഞിൽ സ്കൂളിൽ പഠിക്കുന്നത് എൻ്റെ പേര് ബേക്കൂർ. ഞാൻ ഇന്ന് സ്കൂളിൽ നിന്ന് വൈകിട്ട് വിട്ട് പിന്നെ നടന്നുകൊണ്ട് വരുമ്പോൾ എൻ്റെ വാൻ ഒന്ന് സ്കൂളിൻ്റെ ഒരു 31 നമ്പർ വെച്ചിട്ട് ഒരു വാൻ വന്നിട്ട് എന്നെ ഇടിച്ച് ഞാൻ ചോദിക്കാൻ പോകുമ്പോൾ എന്ത് ഇടിക്കുന്നതെന്ന് ചോദിക്കാൻ പോകുമ്പോൾ അവന് വണ്ടിയിൽ നിന്ന് കഴിഞ്ഞിട്ട് റോഡിൽ എൻ്റെ തലക്ക് ഒരു ഇടിച്ച് എനിക്ക് നല്ല അടിച്ചിനു അവന്. അപ്പോൾ ഞാൻ അടുത്ത് പോണു, ബോധം കെട്ട് പോണു. എന്നിട്ട് എൻ്റെ തലക്ക് 3 സ്റ്റിച്ചെല്ലാം ഇട്ടോ മംഗൽപാടി താലൂക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട്. അപ്പോൾ ഓന് പറയുന്നത് എന്നെ ഭീഷണിപ്പെടുത്തുന്നു. ഓന് ഡ്രഗ്സ് എന്തോന്നു ഡ്രഗ്സ് എല്ലാം യൂസ് ആക്കുന്നവർക്ക് ഓനെന്നെ ഭീഷണിപ്പെടുത്തുന്നു. നിന്നെ നാട്ടിൽ വന്നിട്ട് കൊല്ലും, നീ യൂണിഫോം ഇല്ലാത്ത കണ്ടെങ്കിൽ ഞാൻ നിന്നെ വർക്ക് പുരക്കേറി തയ്ക്കും കൊല്ലും എന്നെല്ലാം എന്നെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ ഓന് ഇന്ന് മുമ്പ് തന്നെ ഇങ്ങനെ റാഷായിട്ട് ഡ്രൈവ് ആക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ നടന്നുകൊണ്ട് പോകുമ്പോൾ വണ്ടി ഇങ്ങനെ തിരിച്ചിട്ട് കുത്തുന്ന പോലാക്കിയിട്ട് നമ്മളെ കുത്തുന്ന പോലാക്കിയിട്ട് പോകുന്നത്. ഇതിന് മുമ്പ് എനിക്ക് 2 വട്ടം ഇടിച്ചിന് വാൻ. അപ്പോൾ ഞാൻ ചോദിക്കാൻ പോയിട്ട് ഈ ചങ്ങായി ഞാൻ ഈ ഇയർ വന്നപ്പോൾ എന്നെ കുത്തിന്. ഞാൻ പിന്നെ ചോദിക്കാൻ പോയിട്ടാ. അപ്പോൾ ഓൻ കുത്തിയിട്ട് ഇപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പറയുന്നു, നീ പോരാന്ന് പുറത്ത് ഞാൻ നിന്നെ കൊല്ലും അങ്ങനെ ഇങ്ങനെ. ഇതിന് മുമ്പ് ഓന് കുറേ പ്രശ്നം ഉണ്ടാക്കി. ഞങ്ങൾക്ക് 10 തന്നെ ഓന് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ 10 ഉണ്ടാവും. ഇപ്പോൾ ഞാൻ +2 അടിക്കുന്നു. ഓന് വന്നിട്ട് നേരെ റാഷായിട്ട് കുത്തുന്നു, വണ്ടി കുത്തിയിട്ട് അങ്ങനെ. പിന്നെ കുറേ കുഞ്ഞി സ്കൂളത്തെ വാൻ്റെ വിദ്യാർത്ഥികൾ സ്കൂളത്തെ പുതിയ നടന്നോണ്ട് വന്ന വിദ്യാർത്ഥി കുറേ കംപ്ലൈൻറ്റ് ഉണ്ട്. വാന് ഓരോ കാളുടെ മുകളിലെല്ലാം കയറ്റുന്നത് കുത്തിക്കൊണ്ട് പോകുന്നത്, ഡ്രൈവർമാർ ഡ്രഗ്സ് യൂസ് ആക്കുക. ഈ ചങ്ങായി ഇന്ന് ഫുൾ അടിച്ചിട്ട് എന്നെ തയ്ക്കുമ്പോൾ അവൻ്റെ മുഖം എല്ലാം ഒരു അടിച്ച വല്ലതുണ്ട്, എന്തെങ്കിലും ഡ്രഗ്സ് എന്തോ യൂസ് ആക്കിയ വല്ലതുണ്ടായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് കൊണ്ടപ്പോൾ എനിക്ക് തല കറങ്ങിയിട്ട് ഞാൻ പോണു. ചോര ബ്ലഡ് എല്ലാം പോയിട്ട് നല്ല അടി അടിച്ചിന്, 4 സ്റ്റിച്ച് തലക്കിട്ടേന് അങ്ങനെ ആയി. പിന്നെ എൻ്റെ കുറച്ച് സ്കൂളിലത്തെ എനിക്ക് അറിയുന്ന കുറച്ച് പെൺകുട്ടികൾ മെസ്സേജ് അയച്ചിന് ഞാൻ. ഇന്ന് എനിക്ക് ഈ ഇൻസിഡൻറ്റ് ആയപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു. അതന്നെ കുഞ്ഞിലത്തെ ഡ്രൈവർമാർ റാഷ് ഡ്രൈവിങ് ഞങ്ങളെ കാളുടെ മുകളിലെല്ലാം കയറ്റി. ഞങ്ങൾ 2 പ്രാവശ്യം കംപ്ലൈൻറ്റ് ചെയ്യുന്നത് മാത്രം കുഞ്ഞിൽ സ്കൂളത്തെ എന്തോ ആക്ഷൻ എടുത്തിട്ടാണ് അങ്ങനെ. ഇതിൻ്റെ എതിരെ എന്തായാലും കുഞ്ഞിൽ സ്കൂളിൽ ഒരു ആക്ഷൻ എന്തായാലും എടുക്കണം. ഈ കേസിൻ്റെ ഇതായിട്ട് ഞങ്ങളെ സ്കൂളിൽ നിന്ന് എന്തായാലും മാനേജ്മെൻറ്റ് ഇത് എന്തായാലും എതിർ നിൽക്കണം. എനിക്ക് സപ്പോർട്ടാക്കണം. എനിക്ക് ചെയ്യിക്കണമെന്നൊരു ആശയുണ്ട്. നിങ്ങൾ ഇങ്ങനത്തെ ഡ്രൈവറാക്കി നമ്മൾ മെൻസന്മാരല്ലേ, നമ്മളെന്ത് കൊല്ലാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഡ്രൈവർ ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ ടൂൾസ് എടുത്തിട്ടല്ലോ തയ്ക്കാൻ ഞാൻ മെൻസനല്ലേ. ഇതിലെന്തെങ്കിലും എനിക്ക് ഒരു ഇതാക്കണം എന്നെ കുഞ്ഞിൽ സ്കൂളത്തെ മാനേജ്മെൻറ്റ്. ഓഫീസിൻ്റെ ബാപ്പയാണ്. അപ്പോൾ കുഞ്ഞിലിങ്ങനെ സംഭവമൊക്കെ നടന്നിട്ടുണ്ട്. ഇന്ന് എൻ്റെ മകനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല, മുമ്പ് പല പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അടിയും പിടിയും അതൊക്കെ ഒരു സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ഒതുക്കി തീർക്കുകയാണ് പതിവ്. ഇതിനിങ്ങനെ വിട്ടാൽ പറ്റില്ല. കർശനമായിട്ട് സ്കൂൾ അധികൃതർ ഇതിനു വേണ്ടി നടപടി എടുക്കണം. പിന്നെ ജനങ്ങളും പ്രതികരിക്കണം ഇതിന് ഇന്ന് ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു, നാളെ മറ്റൊരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് മാനേജ്മെൻറ്റ് അതിൻ്റേതായ കൃത്യമായിട്ട് അതിന് ഒരു നടപടിയൊക്കെ എടുത്ത് മുന്നോട്ട് പോകണമെന്ന് എൻ്റെ അഭിപ്രായം.